PMS ടൈമിൽ പോയി ബ്രേക്കപ്പ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. അത്രേ ഉള്ളൂ. പറ്റുന്നില്ല, എനിക്കറിയാം അത് PMS ആണ്, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് സീക്ക് ഹെൽപ്പ്. അതിനൊരു റിലക്റ്റൻസി അല്ലെങ്കിൽ ഒരു ഹെസിറ്റൻസി കാണിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മളെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, നമ്മളെ കുറേ പേര് ചുറ്റുമുള്ള കുറേ പേരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ PMS ടൈമിൽ പോയി ബ്രേക്കപ്പ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. പീരിയഡ്സ് കഴിയുമ്പോൾ ഓൾറെഡി എന്തിനാണ് ഞാൻ ബ്രേക്കപ്പ് ചെയ്തതെന്ന് പറയും. പ്രൊജസ്ട്രോൺ വന്നിട്ട് ടക്കനെ കുറയുമ്പോഴാണ് പീരിയഡ്സ് ഉണ്ടാവുന്നത്, അതായത് ആ വിഡ്രോവൽ കാരണം. ഈ വിഡ്രോവൽ ഒരു 1 to 24 to 48 hours മുന്നേ, പീരിയഡ്സ് ആവുന്നതിന് തൊട്ട് മുന്നേ പ്രൊജസ്ട്രോൺ പെട്ടെന്നൊന്ന് ഫോൾ ആവും. അതിന് മുന്നേ നല്ല റേസ് ആവും പ്രൊജസ്ട്രോൺ. അപ്പോൾ ആ റേസ് ആവും തോറുമാണ് ഈ സിംറ്റംസ് കൂടുന്നത്. അപ്പം ആദ്യത്തെ സൈക്കിൾ ഫുൾ ഈസ്ട്രജൻ ആണ്, സെക്കൻഡ് സൈക്കിൾ ഫുൾ പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേരിയേഷൻ കാരണം വരുന്ന ഒരു കണ്ടീഷനാണ്. ഇതിങ്ങനെ കൊച്ചുനാളിൽ മുതലേ ഉണ്ടോ അതോ വലുതായി വരുന്ന അനുസരിച്ചിട്ടാണോ ഇത് പണ്ട് മുതലേ ഉള്ളത്? പണ്ട് മുതലേ ഉള്ള സാധനമാണ്. പക്ഷെ നമ്മളിപ്പം കമ്മിങ് ഓഫ് ദി ഏജ് ആവും തോറും പ്രശ്നങ്ങളൊക്കെ കൂടുമല്ലോ നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് ഇതിന്റെ ഇന്റൻസിറ്റി സിവിയർ ആവുന്ന പോലെ തോന്നും. പണ്ട് നമുക്ക് കൂടിപ്പോയ ഹോംവർക്ക് ഉണ്ട് സ്കൂളിൽ, അതൊക്കെയുള്ളൂ, എക്സാംസ് ഉണ്ട്. പക്ഷെ ഇതിപ്പം നമ്മളിപ്പോ 20s അത്രേ ഉള്ളൂ. ഇതിപ്പോ 25 26 ഒക്കെ ആവുമ്പോഴത്തേക്ക് വർക്ക് ആയി തുടങ്ങും. അപ്പം കുറെ ആൾക്കാർ ഇപ്പം നമ്മുടെ ലൈഫിലുണ്ട്, കുറെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും തോറും അതിനെല്ലാം എഫക്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ യു ഹാവ് ടു മനസ്സിലാക്കേണ്ടത് ഈ 2 ആഴ്ചയേ ഉള്ളൂ. പക്ഷേ ഈ 2 ആഴ്ചയേ ഉള്ളൂ എന്ന് കരുതി ഒന്നും ചെയ്യാണ്ടിരിക്കരുത്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് യു ക്യാൻ ഡു. ഒന്ന് നമ്മുടെ ഡയറ്റിൽ വേരിയേഷൻ കൊണ്ടുവരാം. നമ്മുടെ omega-3 ഫാറ്റി ആസിഡ്, സിങ്ക്, സെലീനിയം, അങ്ങനത്തെ കുറേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടി മിനറൽസ് ഉണ്ട്. അത് കുറച്ച് കൂടുക. ലൈക്ക് ഡയറ്റിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് രീതിയിലെങ്കിലും എടുക്കാൻ സാധിക്കണം. അതൊന്ന്. പിന്നെ കെഫീൻ കുറയ്ക്കണം. കോഫി, ടീ അങ്ങനത്തെ ഭയങ്കര മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അത് നല്ലപോലെ കുറയ്ക്കണം. പിന്നെ നമ്മുടെ ഈ ബ്ലോട്ടിങ് ടെൻഡൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ഫുഡ് കഴിച്ചാലാണ് ബ്ലോട്ടിങ് വരിക എന്ന് ഇഫ് യു നോ, ദെൻ യു ഒബ്വിയസ്ലി യു ഷുഡ് അവോയ്ഡ് ഇറ്റ്. അതെന്തായിരിക്കും? മറ്റേ ഫ്രൈഡ് ഫുഡ്സ് ആയിരിക്കും, ജങ്ക് ആയിട്ട്, അതായത് ഔട്ട്സൈഡ് ഫുഡ്സ് ആയിരിക്കും കൂടുതലും ബ്ലോട്ടിങ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് കുറയ്ക്കുക നമ്മുടെ ഡയറ്റിൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി.